കോതമംഗലം കോട്ടപ്പാറ വനമേഖലയിൽ നിന്നും ആന പുറത്തിറങ്ങി നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ആ ആനയെ ഇന്ന് രാവിലെ 8:15 കൂടിയാണ് ലൊക്കേറ്റ് ചെയ്യുകയും പിന്നീട് വനം വകുപ്പ് മയക്കുവെടി വെക്കുകയും ചെയ്തത്. പക്ഷേ മയക്കുവെടി കൊണ്ട ആനയ്ക്കടുത്തേക്ക് ഒരു സംഘം ആനകൾ എത്തിയതോടുകൂടി ഈ ദൗത്യം വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. പിന്നീട് ആനയെ വനപാലകരുടെ കണ്ണിൽ നിന്നും മറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് വീണ്ടും കുറച്ച് സമയത്തിന് ശേഷമാണ് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ആനയുടെ ആരോഗ്യസ്ഥിതി ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ രണ്ടാമത് ഒരു മയക്കുവെടി, ഒരു ബൂസ്റ്റർ ഡോസ് കൂടി നൽകാനുള്ള ആലോചനയുണ്ട്. പക്ഷേ അത് ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയതിനു ശേഷം മാത്രമേ കഴിയൂ എന്നതാണ് ഇപ്പോൾ വനപാലകർ വ്യക്തമാക്കുന്നത്. ഏതായാലും ആ ദൗത്യം ഒരു പ്രതിസന്ധിയിലാണ് എന്നത് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. വലിയ ബുദ്ധിമുട്ടാണ് ഈ ആന ഈ പ്രദേശത്തൊക്കെ എത്തി നടത്തിക്കൊണ്ടിരുന്നത് എന്നതാണ് നമുക്ക് ഇവിടെ എത്തി നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ചില ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. ആന എങ്ങനെയാ, വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടോ ആന വന്നിട്ട്? ആന ഓടി നടക്കുകയത്, ഓടി നടന്ന് വെള്ളം ഉണ്ടാക്കുകയത്. കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ടല്ലേ, ഉണ്ട്. തെങ്ങ്, റബ്ബറ്, അരക്കാരം, വാഴയൊക്കെ കളയുന്നുണ്ട്. മിക്കവാറും ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്നുകൊണ്ടിരിക്കും. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പറമ്പിൽ ആന വരുന്നുണ്ട്. ജീവിക്കാൻ നല്ലതാണ്. പിള്ളേരെ പള്ളിക്കൂട്ടത്തിൽ വിടാനും കൊണ്ടുവരാനും ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ആകെ നാട്ടുകാർക്കെല്ലാം ഉള്ളത്. അതെ അതെ, എല്ലാ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്ക്. അതുകൊണ്ട് ആൾക്കാർക്ക് എല്ലാവരും പോവുകയാണ്. ഏതാനും കുടുംബങ്ങളുള്ളൂ ഇവിടെ, ബാക്കിയുള്ളവരൊക്കെ പോയി. അതാണ് ഈ ആനശല്യം കാരണം കുടുംബങ്ങളെല്ലാം ഇവിടെ നിന്നും പോവുകയാണ്, സ്ഥലം ഉപേക്ഷിച്ച് പോവുകയാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരാന മാത്രമല്ല, പല ആനകളും ഇങ്ങനെയുണ്ട്. ഈ ആന നാട്ടിലിറങ്ങി കുറച്ച് രാവിലെ സമയങ്ങളിലൊക്കെ നാട്ടിലിറങ്ങുന്നു എന്നതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റാനകളും രാത്രികാലങ്ങളിൽ ഇവിടെ എത്തുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ഏതാണ് ഇപ്പോൾ ഈ ദൗത്യം ഏകദേശം ഇപ്പോൾ ഇന്ന് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ നാട്ടുകാർ എന്നുള്ള നിലയിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ആശങ്ക ജനങ്ങൾക്കും ഇവിടെ പ്രദേശവാസികൾക്കും ഉണ്ട്. കാരണം ഇനി എപ്പോൾ വേണമെങ്കിലും ഈ ആന, അത് കാരണം രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തന്നെ ആന കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലയിലേക്കും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മിഷൻ പരാജയപ്പെട്ടതിലുള്ള ഒരു ആശങ്ക ഞങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ പങ്കുവെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കേവലം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കേവലം ഒരു ആനയുടെ ഒരു പ്രശ്നം മാത്രം അനുഭവിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. മറിച്ച് നിരവധി ആനകൾ, അതായത് ഒരു പക്ഷേ ഒരു 10-30 ആനകളിൽ കൂടുതൽ ആനകൾ നിരന്തരമായി ഈ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുകയും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളിവിടെ ഒരു കാർഷിക മേഖല കൂടിയാണ്. അപ്പോൾ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കൊക്കെ വളരെയധികം വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ആനയെ പിടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ പ്രശ്നം അവസാനിക്കുന്നില്ല. അതാണ് മലയാറ്റൂർ ഫീമെയിൽ 4 എന്ന പേരിട്ടിരിക്കുന്ന ആനയാണ് ഇപ്പോൾ മയക്കുവെടി വെച്ച് കോളർ ധരിപ്പിച്ച് കാട്ടിനകത്തേക്ക് കടത്തിവിടാനുള്ള ശ്രമം വനപാലകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ അതുമാത്രമല്ല, നിരവധി ആനകൾ ഇത്തരത്തിൽ ഇവിടെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് ഇവിടുത്തുകാർ പറയുന്നത്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP ഇൻ റിപ്പോർട്ടർ, കൊച്ചി.